CUET എക്സാം എഴുതുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഡൗട്ടാണ് എന്താണ് സാറേ ഈ GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 3 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സെക്ഷനിൽ GAT ആണെന്നൊക്കെ അറിയാം, പക്ഷെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പോയ ഒരു 3 മിനിറ്റ് അറിഞ്ഞ ഒരു അറിവ് ദയവ് ചെയ്ത് മുഴുവൻ കാണുക. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. നോക്ക്, ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സാമിനെ നേരത്തെ പറഞ്ഞ പോലെ 3 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്നാമത്തത് ലാംഗ്വേജസ്, രണ്ടാമത്തത് ഡൊമൈൻ സബ്ജക്ട്, മൂന്നാമത്തതാണ് നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെ അറിയണം, എങ്ങനെ GAT സെലക്ട് ചെയ്യണം എന്ന് അറിയണം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മാക്സിമം 5 സബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് കിട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ച് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും. അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സബ്ജക്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ. അപ്പൊ നിങ്ങൾ ഓഫ് കോഴ്സ് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ അത്യാവശ്യം GAT പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ GATയും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാകും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ടാകും അല്ലേ. അപ്പം എന്താണ് GATയുടെ സിലബസ്? ഈ ഒരൊറ്റ പേപ്പറിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അപ്പൊ ഈ GATയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ജനറൽ അവയർനെസ്. എന്തൊക്കെ പഠിക്കണം? ഈ 3 കാര്യങ്ങളും ഈ GAT എന്ന പേപ്പറിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ എന്തൊക്കെ ഈ 3 കാര്യങ്ങൾ? നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് വെച്ച് വരും? ഒരു 20 മുതൽ 24 ക്വസ്റ്റ്യൻസ് വരെ കിട്ടുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഏരിയയിൽ നിന്നായിരിക്കും. ഇനി 15 മുതൽ 18 വരെ ക്വസ്റ്റ്യൻസ് എവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം? ലോജിക്കൽ റീസണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി 10 മുതൽ 15 ക്വസ്റ്റ്യൻസ് എവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം? ജനറൽ അവയർനെസ് എന്ന ഭാഗത്ത് നിന്നും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് അറിഞ്ഞിരുന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, GATയിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, ജനറൽ ആയിട്ടുള്ള മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, അതുപോലെ തന്നെ സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, അതായത് പിന്നെ അരിത്തമെറ്റിക്കൽ, ആൾജിബ്ര, ജിയോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ ലിറ്ററസി തുടങ്ങിയ ടോപ്പിക്സ് ഈ GAT എന്ന് പറയുന്ന സാധനത്തിൽ അവർ കവർ ചെയ്യും. അപ്പൊ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ 3 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടല്ലോ. അതിൽ ആദ്യത്തെ ഭാഗം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ ഇതിന്റെയൊക്കെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ വൃത്തിക്ക് ഓരോന്നായിട്ട് പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? ബേസിക് കാൽക്കുലേഷൻ പഠിക്കണം, പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ളത്, പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, പിന്നെ ഏജ് പ്രോബ്ലംസ് അല്ലേ, ഇയാൾക്ക് ഇത്ര വയസ്സായി എന്നാൽ മറ്റേ ആളുടെ വയസ്സ് എത്ര, അങ്ങനെ ഏജ് പ്രോബ്ലംസ്, പാർട്ട്ണർഷിപ്പ്, മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ, ജിയോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, അത് തുടങ്ങി നമ്പർ സിസ്റ്റം തുടങ്ങി ഇത്രയും ഏരിയകളാണ് നിങ്ങൾക്ക് ഏതിൽ കവർ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്. 20 മുതൽ 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി എന്താ ലോജിക്കൽ റീസണിങ് ആണെങ്കിലോ, കലണ്ടർ, ക്ലോക്ക്, ക്യൂബ് ആൻഡ് ഐസ്, ബ്ലഡ് റിലേഷൻ തുടങ്ങി നമ്മുടെ എന്താ പറയുക, നമ്മൾ എത്രത്തോളം ലോജിക്കലി നമുക്ക് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആൻസർ ചെയ്യാൻ പറ്റും, ഇത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഈ ഏരിയയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരാം. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ നോക്കി വെക്കുകയോ ചെയ്തോട്ടോ. ഇനി അടുത്തത് ജനറൽ അവയർനെസ്. ഇവിടെ നിങ്ങൾക്ക് GK, കറന്റ് അഫയേഴ്സ്, മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ജനറലി നല്ല രീതിയിൽ അവെയർ ആണോ, മൊത്തത്തിൽ നിങ്ങൾക്ക് വല്ല നോളജ് ഉണ്ടോ, വല്ല മൂളയുണ്ടോ എന്നൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മെന്റൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ സ്കില്ല്, ജനറലി നിങ്ങളുടെ ഒരു അവയർനെസ് അല്ലെങ്കിൽ നോളജ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പറായിട്ട് വേണമെങ്കിൽ നമുക്ക് ആരെ കാണാം? GATനെ കാണാം. അപ്പം ഈ പേപ്പർ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഒട്ടുമിക്ക കോഴ്സുകളിലും ആവശ്യമുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തോളൂ, +2 ഒപ്പം പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ +2 കഴിഞ്ഞാൽ കിട്ടുന്ന വെക്കേഷൻ ആദ്യം തന്നെ ഈ കുട്ടപ്പനെ പഠിച്ച് നമ്മുടെ വശത്താക്കിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.